നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ഒരേ സമയം രണ്ട് സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടങ്ങളാണ്. ഏത് കളി കാണും എന്നുള്ള സംശയത്തിലാണ് ആരാധകർ. എന്ന് പറഞ്ഞാൽ ബാഴ്സയുടെ ആരാധകർ ബാഴ്സയുടെ കളി തന്നെ കാണും. ലിവർപൂളിൻ്റെയും PSG ആരാധകർ അവരുടെ കളി കാണും. അല്ലാത്ത ഈ രണ്ട് മത്സരങ്ങളിൽ കളിക്കുന്ന 4 ടീമുകളുടെ അല്ലാത്ത ആരാധകർ ആരുടെ കളി കാണും എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള രണ്ട് കിടിലൻ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 12:30 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കളി ബാഴ്സലോണയുടെ മൈതാനത്താണ്. നമുക്കറിയാലോ, ഇപ്പോൾ ലലീഗയിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ 2-3 ദിവസങ്ങളേ ആയുള്ളൂ. അന്ന് ബാഴ്സലോണ മെട്രോപൊളിറ്റനോയിൽ പോയി അത്ലറ്റിക്കോ മാഡ്രിഡിന് പണി കൊടുത്തിട്ടാണ് വന്നത്. എന്നാൽ അന്നത്തെ കളിക്ക് ഇല്ലാതിരുന്ന താരങ്ങളെയൊക്കെ ഇപ്പോൾ ഉൾപ്പെടുത്തി ടീം ശക്തമാക്കിക്കൊണ്ടാണ് ക്യാമ്പ് നൗവിലേക്ക് ഡിയേഗോ സിമിയോണിയും സംഘവും വന്നിട്ടുള്ളത്. കോപ്പ ഡെൽ റേയുടെ അനുഭവം ഓർമ്മയില്ലേ? ആദ്യ പാദത്തിൽ കിട്ടിയ പണി ബാഴ്സയ്ക്ക് രണ്ടാം പാദത്തിൽ വിജയിച്ചിട്ടും ആ പണിക്ക് അതിലെ കടം വീട്ടാൻ പറ്റാതെ പോയി. ഇവിടെ അത് സംഭവിക്കരുത്. ആദ്യ പാദത്തിൽ തന്നെ പോസിറ്റീവ് റിസൾട്ട് നന്നായിട്ടുണ്ടാക്കണം. രണ്ടാം പാദം പിന്നെ അവരുടെ മൈതാനത്ത്, അത്ലറ്റിക്കോയുടെ മൈതാനത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിട്ട് ഇന്ന് കളിച്ച് പറ്റൂ. ഹൻസി ഫ്ലിക്കും സംഘവും ഒരുങ്ങിയിരിക്കുകയാണ്. രാത്രി 12:30 കളി. മറുഭാഗത്തോ PSG വേഴ്സസ് ലിവർപൂൾ. ലിവർപൂൾ ഇപ്പോൾ ഈ സീസണിൽ അത്ര മികച്ച രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന രൂപത്തിൽ UCL ഒരു കിരീടത്തിലേക്ക് പോകാൻ പറ്റിയാലോ അതൊരു വല്ലാത്ത അനുഭവമായിരിക്കും. എന്നാൽ PSG വിട്ടുകൊടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ആദ്യപാദ മത്സരം പാർക്ക് ഡെസ് പ്രിൻസസിലാണ്. പാർക്ക് ഡെസ് പ്രിൻസസിലെ ഈ ഒരു പരീക്ഷണം മറികടക്കാൻ പറ്റിയാൽ തൻ്റെ ടീം പകുതി കാര്യങ്ങൾ സെറ്റാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആർനെ സ്ലോട്ടിൽ. കാരണം ബാക്കി അങ്ങ് കളിക്കാനുള്ളത് ആൻഫീൽഡിലാണല്ലോ. ഏതായാലും രാത്രി പാർക്ക് ഡെസ് പ്രിൻസസിലും ഇന്ന് തീപറക്കും പോരാട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം പാദത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഏപ്രിൽ 14, 15 തീയതികളിലാണ് ആ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 14 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 15 പുലർച്ചെ 12:30 അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സയും തമ്മിൽ മെട്രോപൊളിറ്റനോയിൽ ഏറ്റുമുട്ടും. ലിവർപൂളും PSG തമ്മിൽ അന്നത്തെ ദിവസം ഏറ്റുമുട്ടുന്നത് ആൻഫീൽഡിലായിരിക്കും. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 15 രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 16 പുലർച്ചെ 12:30 അലിയൻസ് അരീനയിൽ പോയിട്ട് വേണം റയലിന് ഈ ബെർണാബ്യൂവിലെ കടം വീട്ടാൻ സാധിക്കുമോ കണ്ടറിയണം. അതേ സമയത്ത് തന്നെയാണ് സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത് പോയി നേടിയ 1 ഗോളിൻ്റെ ലീഡ് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആഴ്സണൽ രണ്ടാം പാദത്തിന് എമിറേറ്റ്സിൽ ഇറങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.